വഴയില മുതൽ പഴകുറ്റി വരെ 4 വരി പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കമായി. പദ്ധതിയുടെ റീച്ചിൽ ഉൾപ്പെട്ട കരകുളം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണമാണ് തിങ്കളാഴ്ച തുടങ്ങിയത്. ഫ്ലൈ ഓവർ നിർമ്മാണത്തിനൊപ്പം കരകുളം പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണവും തുടങ്ങും. ആദ്യ റീച്ചിൽ പേരുക്കട, കരകുളം വില്ലേജുകളിൽ നിന്നായി 7 ഏക്കർ 81 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഉടമകൾക്ക് 190.57 കോടി രൂപ അനുവദിച്ചിരുന്നു. റീച്ച് 2-ൽ അരുവിക്കര, കരകുളം, നെടുമങ്ങാട് വില്ലേജുകളിൽ നിന്നായി 11 ഏക്കർ 34 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. പുനരധിവാസ പാക്കേജും ലാൻഡ് റവന്യൂ കമ്മീഷണർ അംഗീകരിച്ചു. ഈ റീച്ചിൽ ഭൂമി ഏറ്റെടുക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരത്തിനായി 173.89 കോടി രൂപ വൈകാതെ കിഫ്ബിയിൽ നിന്ന് ലഭിക്കും. നവംബർ മാസത്തിൽ തുക വിതരണം ചെയ്യും. റീച്ച് 3-ൽ 6 ഏക്കർ 80 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 322.58 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. റീച്ചിൽ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതലായി ഉള്ളതിനാൽ സമയബന്ധിതമായും കൃത്യതയോടും വാല്യുവേഷനും വില നിർണ്ണയവും നടത്തി മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി GR അനിൽ പറഞ്ഞു. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. കരകുളം ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് അനുബന്ധമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ. തിരുവനന്തപുരം കരകുളം പാലം ജംഗ്ഷനിൽ നിന്ന് കെൽട്രോൺ ജംഗ്ഷൻ വരെ ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കും പൂർണ്ണ ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ്. നെടുമങ്ങാട് ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് കെൽട്രോൺ അരുവിക്കര റോഡിലേക്ക് തിരിഞ്ഞ് ഇരുമ്പ, കാച്ചാണി ജംഗ്ഷനുകൾ വഴി മുക്കോല എത്തി വലത്തേക്ക് തിരിഞ്ഞ് മുക്കോല വഴയില റോഡിലൂടെ വഴയിലയിലെത്തിയതിനു ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാം. വഴയിലയിൽ നിന്ന് മുക്കോല ജംഗ്ഷൻ വരെ പ്രദേശവാസികളുടെ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾക്ക് കല്ലമ്പലം, വാളിക്കോട്, പത്താംകല്ല് എന്നിവിടങ്ങളിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് വട്ടപ്പാറയിൽ എത്തി MC റോഡ് വഴി പോകാം. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുടപ്പനമൂട്, മുക്കോല, ശീമമുളമുക്ക്, വാളിക്കോട് വഴി നെടുമങ്ങാട് പോകാം. അല്ലെങ്കിൽ വഴയില ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കല്ലയം, ശീമോളമുക്ക്, വാളിക്കോട് വഴി നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകാം. ഏണിക്കര ജംഗ്ഷൻ കഴിഞ്ഞ് DPMS ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മുല്ലശ്ശേരി, കായ്പാടി, മുളമുക്ക് വഴി നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകാം. ഈ റൂട്ടിൽ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തും. കരകുളം പാലം ജംഗ്ഷൻ ചെന്ന് വലത്ത് തിരിഞ്ഞ് കാച്ചാണി ജംഗ്ഷനിലെത്തിയ ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് കെൽട്രോൺ അരുവിക്കര റോഡിൽ പ്രവേശിച്ച് കെൽട്രോൺ ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകാം. നിലവിൽ നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സുകളും ഈ റൂട്ടിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ഈ റൂട്ടുകളിൽ ഹെവി വാഹനങ്ങൾക്ക് രാവിലെ 7:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുമ്പ, കാച്ചാണി റോഡിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് കോറി ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ടിപ്പർ വാഹനങ്ങളും ചരക്കു വാഹനങ്ങളും ചെറിയ കൊണ്ണി, കാപ്പിവിള, മൂന്നാമൂട്, വട്ടിയൂർക്കാവ് വഴിയും നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ചെറിയ കൊണ്ണി, കുതിരകുളം, അരുവിക്കര, അഴീക്കോട് വഴിയും പോകാം. ഇതുമാത്രമല്ലാതെ കരകുളം പാലം ജംഗ്ഷനിൽ നിന്ന് തന്നെ ഒരു സബ് റോഡ് തിരിയുന്നുണ്ട്. അതുവഴി പൈപ്പ് ലൈൻ വഴി കയറി നമുക്ക് ബൈക്ക് മാത്രം പോകാൻ കണക്കിന് ഒരു വഴിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുവഴി കയറി കഴിഞ്ഞാൽ ബൈക്ക് യാത്രക്കാർക്ക് നമുക്ക് അടുത്ത കെൽട്രോൺ ജംഗ്ഷനിൽ വന്നിറങ്ങി നമുക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതുവഴിയുള്ള യാത്രയുണ്ട്. പക്ഷേ ചെറിയ റോഡാണ്, വലിയ വാഹനങ്ങളൊന്നും അലൗഡ് അല്ല. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.